ഈ പ്രാന്തിക്ക് ഒരു കുട്ടി ഉണ്ടായി പോയി എന്ന്. ഭ്രാന്ത് 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 പോ. വേണ്ട വേണ്ട. ആരാ നിന്നോട് ഈ ദ്രോഹം ചെയ്തത്? വാ പോവാ. ഫുട്ടേജ് കൊണ്ട് എന്തിനാ കളിക്കുന്നേ? നീ എന്തിനാ എനിക്ക് വിളിച്ചേ? ഞാൻ ഒരുപാട് ചിന്തിച്ചു. എന്തിനെ കുറിച്ച്? എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് വല്ലാതെ കുറ്റബോധം തോന്നുകയാണ്. എനിക്ക് തീരെ മനസ്സമാധാനം കിട്ടുന്നില്ല. കുറ്റബോധം? നീ അതിന് എന്താണ് തെറ്റ് ചെയ്തത്? എനിക്കറിയില്ല. എടാ, എന്തിനും കുറച്ച് ധൈര്യമൊക്കെ വേണം. ഞാനൊരു തെറ്റ് ചെയ്തു. ഞാൻ അവളെ കല്യാണം കഴിക്കണം. ആ പെണ്ണിനെയോ? ആ തലയ്ക്ക് കുറച്ച് വട്ടുള്ള പെണ്ണോ? കൊള്ളാലോ. ആ പിശാചുക്കളേക്ക് വിട്ടേക്ക്. അല്ല, നീ ഇപ്പൊ നല്ലവനെ പോലാണല്ലോ നടക്കുന്നത്. അത് അങ്ങനെയല്ല. അത് പിന്നെ ഞാൻ കാരണം, ഞാൻ ചെയ്ത ഒരു ചെറിയ തെറ്റ് കാരണം. എന്ത് തെറ്റ്? അത്ര വലിയ തെറ്റാ? നീ കല്യാണം കഴിക്കാൻ പ്ലാനൊക്കെ ചെയ്തു, അതും ഒരു പ്രാന്തി പെണ്ണിനെ. നമുക്കൊക്കെ നോർമൽ ജീവിതമാണ് നല്ലത്. നിനക്ക് മനസ്സിലായോ? സമൂഹത്തിലുള്ളവർ എന്താ പറയാന്നറിയോ? എല്ലാവരും തെറ്റ് മാത്രമേ പറയൂ. അവൾ നിന്റെ ഭാര്യയായി കഴിഞ്ഞാൽ അവൾക്കൊരു കുഞ്ഞുണ്ടാവും. അങ്ങനെ അവൾ കുഞ്ഞിനെ പ്രസവിച്ചാൽ എല്ലാവരും പറയും നീയാണ് ആ കൊച്ചിൻ്റെ അച്ഛനെന്ന്. നീ അതിലൊക്കെ റെഡിയാണ്? അല്ല, അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. നിനക്ക് സഹതാപം കൂടുതലാണ്. നീ അവൾ നല്ലവനാ, അതുകൊണ്ടാണ് നീ അവളെ വഞ്ചിക്കാത്ത. ശരിക്കും പറഞ്ഞാൽ നീ നല്ല മനുഷ്യനാ. ഇതുപോലുള്ളവരെ വേറെ എങ്ങും കാണാൻ പറ്റില്ല സുഹൃത്തെ. ഒരു നിമിഷത്തെ തെറ്റിന്റെ പേരിൽ ഇതൊക്കെ എവിടെയാ സംഭവിക്കാത്ത? തനിച്ചൊരു പെണ്ണ്, വളരെ ഇന്നസെന്റ് ആയ നീ അവളെ വിളിച്ചോണ്ട് പോയി കൂടെ താമസിപ്പിക്കുക. അപ്പൊ നിനക്ക് എന്തും ചെയ്യാലോ. നാണക്കേട്. ശരിക്കും നിന്നെ ഇപ്പൊ കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്. നിന്റെ ഈ കൂട്ട് എനിക്ക് ഇഷ്ടമല്ല. നീ ഒരു മനുഷ്യനാ. ഒരു 10 മിനിറ്റെങ്കിലും മനുഷ്യനെ പോലെ പെരുമാറാൻ നോക്ക്. നീയൊക്കെ എന്തൊരു മനുഷ്യനാ.